എല്ലാവർക്കും നമസ്കാരം. കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള CJPയുടെ പ്രക്ഷോഭമെല്ലാം തന്നെ ഏതാണ്ട് അവസാനിച്ചതിന് ശേഷം ഇപ്പോൾ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന അടുത്ത വിവാദം E20 പെട്രോളിൻ്റെ ഉപയോഗത്തിനെക്കുറിച്ചാണ്. നമുക്കറിയാം, നിരവധി ആശങ്കകൾ, ആരോപണങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്ന ഒരു മേഖലയാണ്. എങ്ങനെയാണ് നിലവിൽ ലഭ്യമായിരിക്കുന്ന പ്യുവർ പെട്രോളിനെ റീപ്ലേസ് ചെയ്ത് അതിൽ 20% എത്തനോളിനെ ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു എത്തനോൾ മിക്സ്ഡ് ആയിട്ടുള്ള E20 പെട്രോൾ നമുക്ക് ലഭ്യമാക്കി കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ അതുകൊണ്ട് എന്ത് മാറ്റമാണുള്ളത്, അത് ഏത് തരത്തിലാണ് വാഹനങ്ങളെ ബാധിക്കുന്നത്, ഇതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ നാട്ടിലുള്ള എല്ലാ വാഹനങ്ങൾക്കും ഉണ്ടോ, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ചർച്ചയിലാണ്. ഇത് എല്ലാ ആൾക്കാരെയും ബാധിക്കുന്ന വിഷയമാണ്. കാരണം ഏതൊരു വെഹിക്കിൾ ഓണറിനും ഇത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പരിഗണനാ വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന തിടുക്കം, കേന്ദ്ര സർക്കാരിലെ ഒരു മന്ത്രി നേരിടുന്ന ആരോപണങ്ങൾ, പിന്നെ E20 പെട്രോൾ നല്ലതാണോ അല്ലയോ, ഇതുകൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം തുടങ്ങിയ കാര്യങ്ങൾ, പാരിസ്ഥിതികമായിട്ടുള്ള ഗുണം ദോഷം എല്ലാത്തിനെക്കുറിച്ചും ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഓരോ കാര്യത്തിനെയും വിശദമായി പരിശോധിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോയിൽ നോക്കാം. ആദ്യം തന്നെ പറയാനുള്ളത്, E20 പെട്രോൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇത് വാങ്ങുന്ന ആളിന്, ഉപഭോക്താവിന് ഏതെങ്കിലും തരത്തിലുള്ള ഗുണമുണ്ട് എന്ന് നമുക്ക് നിലവിൽ പറയാൻ കഴിയില്ല. കാരണം ഇത് വാങ്ങുന്നത് കൊണ്ട് ഒരു തരത്തിലുള്ള സാമ്പത്തിക ലാഭവും നിലവിൽ ഒരാൾക്കും ഉണ്ടാകുന്നില്ല. ഇതുവരെ ലഭ്യമായിരുന്ന പ്യുവർ പെട്രോളിന് 1 ലിറ്ററിന് എത്ര രൂപയായിരുന്നോ നമ്മൾ നൽകേണ്ടിയിരുന്നത്, അതിൽ നിന്ന് 1 രൂപയുടെ കുറവ് പോലും എത്തനോൾ മിക്സ്ഡ് ആയിട്ടുള്ള E20 പെട്രോളിന് നമുക്ക് ലാഭമുണ്ടാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ 2021 E20 പെട്രോളിൻ്റെ ലഭ്യതയുമായി ബന്ധപ്പെട്ട് നീതി ആയോഗിൻ്റെ ചില നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലുള്ള ബ്ലെൻഡഡ് പെട്രോളിന് വില മറ്റ് പ്യുവർ പെട്രോളിനേക്കാൾ കുറവായിട്ട് നൽകണം എന്നുള്ളതാണ്. ഇനി അതിന് സാധ്യമല്ല എങ്കിൽ ഇതിൽ ഒരു എത്തനോൾ കമ്പോണൻ്റ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ടാക്സ് ഡിഫറൻസ് ആൾക്കാർക്ക് നൽകണം എന്നുള്ളതായിരുന്നു. അതായത് കുറഞ്ഞ നികുതി ആയിരിക്കണം അതിൻ്റെ ഒരു കമ്പോണൻ്റ് എന്ന് പറഞ്ഞിരുന്നു. ഇനി അതുമല്ല എങ്കിൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്കയുണ്ട്. അതായത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാഹനത്തിന് പ്യുവർ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന അത്രയും മൈലേജ് കിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് മൈലേജിൻ്റെ ഡിസഡ്വാൻറ്റേജിനെ ഓഫ്സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി വിലയിൽ ഒരു കുറവുണ്ടാകണം എന്നുള്ളതായിരുന്നു നീതി ആയോഗിൻ്റെ മാർഗനിർദ്ദേശം. എന്നാൽ നിലവിൽ E20 പെട്രോൾ ഇന്ത്യയിൽ നിർബന്ധിതമായി ഈ കഴിഞ്ഞ ഏപ്രിൽ മുതൽ ലഭ്യമാക്കി തുടങ്ങുമ്പോൾ നീതി ആയോഗിൻ്റെ ഈ പ്രൈസിലുള്ള ഒരു അഡ്വാൻറ്റേജ് ഉപഭോക്താവിന് ഷെയർ ചെയ്യണം എന്നുള്ള ഒരു റെക്കമെൻഡേഷനെ ഇതുവരെ കേന്ദ്ര സർക്കാർ തൊട്ടിട്ടേയില്ല. ചുരുക്കി പറഞ്ഞാൽ, പ്യുവർ പെട്രോൾ വാങ്ങുമ്പോൾ നമ്മൾ എത്ര രൂപയാണോ കൊടുത്തിരുന്നത് അതേ തുക തന്നെയാണ് E20 പെട്രോളിന് നമ്മൾ നൽകുന്നത്. നമുക്ക് നേരിട്ട് മൈക്രോ എക്കോണമിക് ലെവലിൽ ഓരോ വ്യക്തിക്കും ഇത് വാങ്ങുന്നത് കൊണ്ട് ഒരു തരത്തിലുള്ള പ്രൈസ് ബെനിഫിറ്റും ഇപ്പോൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം. എന്നാൽ E20 പെട്രോൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഗുണമില്ലേ എന്ന് ചോദിച്ചാൽ ചില ഗുണങ്ങളുണ്ട് താനും. പക്ഷേ അതൊക്കെ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള നിലയിലാണ്. അതായത് ഒരു മാക്രോ എക്കോണമിക് ബെനിഫിറ്റുകളാണ് അതിൽ നിന്നുണ്ടാകുന്നത്. അതായത് വ്യക്തികൾക്കല്ല, മറിച്ച് നിരവധി ആൾക്കാർ ഇത് ഉപയോഗിക്കുമ്പോൾ കേന്ദ്രത്തിനാണ് അഥവാ രാജ്യത്തിനാണ് ലാഭമുണ്ടാകുന്നത്. ഉദാഹരണത്തിന് ഫോറക്സ് സേവിങ്സ്. നമ്മൾ വലിയ തുക കൊടുത്തുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഉപഭോഗത്തിൻ്റെ വലിയൊരു അളവ് വരെ പെട്രോൾ പുറത്തു നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഫ്ലക്ച്വേറ്റിംഗ് പ്രൈസിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുക എന്നുള്ളത് പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ എനർജി സെക്യൂരിറ്റി എന്ന് പറയുന്ന കാര്യത്തിലും നമുക്ക് വലിയ ശ്രദ്ധ ഉണ്ടാകേണ്ടുന്ന ഒരാവശ്യമുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ യുദ്ധ സാഹചര്യവും യുദ്ധസമാന സാഹചര്യവും പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇമ്പോർട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഡ്യൂട്ടി, ടാക്സ് ഒക്കെ വേരി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ക്രൂഡ് പ്രൈസ് മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഷോക്ക് എന്ന് പറയുന്നത് പ്രഡിക്റ്റബിൾ അല്ല എന്നുള്ള ഒരു വസ്തുതയുണ്ട്. അതുകൂടാതെ ഡോളറിനെതിരെ നമ്മുടെ രൂപയുടെ മൂല്യം കുറഞ്ഞു വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു റുപ്പി ഡിപ്രീസിയേഷനും ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ എനർജി സെക്യൂരിറ്റിയെ ബാധിക്കുന്ന ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് എല്ലാം അവിടെ ഉള്ളപ്പോൾ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വിലയിൽ ഒരു കൃത്യമായിട്ടുള്ള പ്രഡിക്റ്റബിലിറ്റിയോ കൺട്രോളോ ഇല്ല എന്നുള്ള ഒരു വസ്തുതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ 20% എത്തനോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുന്നതിനും ഈ ഫോറക്സ് സേവിങ്സ് ഒക്കെ തന്നെ കൊണ്ടുവരുന്നതിനും എനർജി സെക്യൂരിറ്റി, പ്രഡിക്റ്റബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരു റീസണബിൾ അളവിൽ വരെ കൊണ്ടുവരുന്നതിന് ഈ E20 പെട്രോളിൻ്റെ ഉപഭോഗം വ്യാപകമാക്കുമ്പോൾ അത് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു മാക്രോ എക്കണോമിക് ബെനിഫിറ്റാണ്. അടുത്തതായി പറയപ്പെടുന്ന ഒരു കാര്യം, ഇത് കാർബൺ എമിഷൻ കുറയ്ക്കും എന്നുള്ളതാണ്. കാരണം ഇത് കൂടുതൽ ശുദ്ധമായിട്ട് കത്തുന്നതിന് വേണ്ടിയിട്ട് പെട്രോളിനെ അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാർബൺ എമിഷൻ കുറയുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ടോട്ടാലിറ്റിയിൽ ഈ കാർബൺ എമിഷൻ ബെനിഫിറ്റ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുമോ എന്ന കാര്യം ഇപ്പോഴും ഡിബേറ്റബിൾ ആണ്. കാരണം 10 ലിറ്റർ പെട്രോൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എത്ര മൈലേജ് ആണോ കിട്ടുന്നത് അതേ മൈലേജ് കിട്ടാൻ ഒരുപക്ഷെ E20 പെട്രോൾ 11 ലിറ്റർ ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു വസ്തുത കൂടിയുണ്ട്. എന്നുവെച്ചാൽ കൂടുതലായിട്ടുള്ള ബേണിംഗ് ഉണ്ടാകുന്നുണ്ട്, കൂടുതലായിട്ടുള്ള കാർബൺ എമിഷൻസ് ഉണ്ടാകുന്നുണ്ട്. മാർജിനലായിട്ടുള്ള ഒരു സേവിങ് ഒരുപക്ഷെ അവിടെ ഉണ്ടായേക്കാം. പക്ഷേ നമ്മൾ പറയുന്ന രീതിയിലത്തേക്കുള്ള ഒരു ടോട്ടൽ ബെനിഫിറ്റ്
അതുകൊണ്ട് കാർബൺ എമിഷൻസിൽ ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരുപക്ഷെ വരും നാളുകളിലെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പാരിസ്ഥിതികമായിട്ട് കാർബൺ എമിഷനിൽ മാത്രമല്ല മറ്റു തരത്തിലും പാരിസ്ഥിതികമായിട്ടുള്ള എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ വീണ്ടും വലിയൊരു പ്രശ്നമുണ്ട്. അതായത് എത്തനോൾ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മുടെ കർഷകരെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കരിമ്പ് അല്ലെങ്കിൽ മെയ്സ് തുടങ്ങിയ കൃഷികളാണ് നമ്മൾ വർദ്ധിപ്പിക്കുന്നത്. നമുക്കറിയാം ഇതെല്ലാം സർപ്ലസ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡ് സെക്യൂരിറ്റിയെ ഒരു തരത്തിലും അത് ബാധിക്കുന്നില്ല. അതിലൊക്കെ കേന്ദ്ര സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും വാലിഡ് ആയിട്ടുള്ള ന്യായങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫ്യുവൽ ക്രോപ്പ് എന്ന രീതിയിലത്തേക്ക് കരിമ്പ് കൃഷിയും മെയ്സ് കൃഷിയും ഒക്കെ തന്നെ വർദ്ധിപ്പിക്കുന്നു. അതുവഴി കർഷകർക്ക് കൂടുതലായിട്ട് പണം ലഭിക്കുന്നു. അപ്പോൾ ഫോറക്സ് സേവിങ്സ് ഉണ്ടാകുന്നു. നമ്മുടെ ഇൻറ്റേർണലായിട്ടുള്ള ഫാർമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നതൊക്കെ തന്നെ നല്ല കാര്യമാണ്. പക്ഷേ ഇതിൽ ആരോപിക്കപ്പെടുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട കണക്കുണ്ട്. അതായത് വാട്ടർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഇറിഗേഷനാണ് ഇത്തരത്തിലുള്ള ക്രോപ്പുകൾക്കെല്ലാം വേണ്ടത്. 1 ലിറ്റർ എത്തനോൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 10,000 ലിറ്റർ വെള്ളമാണ് മൊത്തത്തിൽ ചെലവാക്കേണ്ടി വരുന്നത് എന്നുള്ള ഒരു കണക്ക് ഇപ്പോൾ പറയപ്പെടുന്നുണ്ട്. ഇത് ആധികാരികമാണോ അതോ വസ്തുതാരഹിതമാണോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴും ഒരു കൃത്യമായിട്ടുള്ള വിശദീകരണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇതിനു വേണ്ടി വരുന്ന ഫെർട്ടിലൈസേഴ്സിൻ്റെ ഉപഭോഗം നമ്മുടെ പരിസ്ഥിതിക്ക് താങ്ങാവുന്നതാണോ നല്ലതാണോ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പഠനങ്ങൾ ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ ഒരു ഭാഗത്ത് പാരിസ്ഥിതികമായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ ഓഫ്സെറ്റ് ചെയ്യാനായിട്ട് മറ്റ് ഘടകങ്ങൾ കാരണമാകുന്നുണ്ടോ എന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ മൈലേജ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ആൾക്കാർ സാധാരണ വാഹനം വാങ്ങുന്ന സമയത്തുണ്ടാകുന്ന ഒന്നാമത്തെ പ്രയോറിറ്റി എന്നത് സുരക്ഷിതത്വം പോലുമല്ല, മറിച്ച് എത്ര മൈലേജ് കിട്ടും എന്നുള്ളതാണ്. ഇവിടെയാണ് എത്തനോൾ മിക്സ് ചെയ്തിരിക്കുന്ന പെട്രോള് മൈലേജ് കൂട്ടുന്നുണ്ടോ കുറയ്ക്കുന്നുണ്ടോ സ്ഥിരമാക്കി നിർത്തുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം. ആധികാരികമായിട്ടുള്ള ലോകത്തെമ്പാടും നടത്തിയിരിക്കുന്ന പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്നത് 6% വരെ അല്ലെങ്കിൽ 7% വരെ സാധാരണ പ്യുവർ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്നതിനേക്കാൾ കുറവ് മൈലേജ് മാത്രമാണ് E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ പ്യുവർ പെട്രോൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന മൈലേജിനേക്കാൾ കുറവ് മൈലേജ് മാത്രമാണ് അതേ തുക കൊടുത്ത് വാങ്ങുന്ന E20 പെട്രോളിന് എന്ന് പറയുമ്പോൾ ഉപഭോക്താവിന് ലാഭമില്ല എന്ന് മാത്രമല്ല, ഒന്നാമത്തെ നഷ്ടം അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. ഇനി രണ്ടാമത്തെ നഷ്ടം, എല്ലാ വാഹനങ്ങളും E20 പെട്രോൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നവയല്ല. നമ്മുടെ രാജ്യത്ത് വാഹനങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് 2023 മുതൽ നിർമ്മിക്കപ്പെടുന്ന എല്ലാ വാഹനങ്ങളും E20 ഫ്യുവൽ കംപ്ലൈൻ്റ് ആണ്. അതായത് ആ വാഹനങ്ങളിലെല്ലാം തന്നെ E20 പെട്രോൾ ഉപയോഗിക്കാം. എന്നാൽ അതിനു മുൻപ് അങ്ങനെ ഒരു മാൻഡേറ്റ് ഉണ്ടായിരുന്നില്ല എന്ന കാരണത്താൽ പല മാനുഫാക്ചറർമാരും പല വർഷം മുതലാണ് E20 പെട്രോൾ കോമ്പാറ്റിബിലിറ്റി അവരുടെ വാഹനങ്ങളിൽ ഉറപ്പുവരുത്തിയത്. ഇപ്പോൾ എൻ്റെ കേസ് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഏതാണ്ട് 2.5 വർഷം മുമ്പാണ് ഞാൻ ഒരു വാഹനം എടുക്കുന്നത്. ആ വാഹനം E20 കംപ്ലൈൻ്റ് ആണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് അതിൽ ഒരു തരത്തിലുള്ള മാർക്കിങ്ങുമില്ല. സാധാരണഗതിയിൽ ഏതൊക്കെ തരത്തിലുള്ള ഫ്യുവലാണ് നമ്മുടെ വാഹനത്തിൽ ഉപയോഗിക്കാവുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ആ ഫ്യുവൽ ലിഡ് തുറക്കുന്ന സമയത്ത് അവിടെ ഒരു മാർക്കിംഗ് ഉണ്ടാവും. എൻ്റെ വാഹനത്തിൽ E5, E10 എന്നിങ്ങനെയുള്ള മാർക്കിംഗ് ആണ്. അതായത് E5 പെട്രോളും E10 പെട്രോളും ഉപയോഗിക്കാം. E20 അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മാനുഫാക്ചററോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് ഈ വാഹനവും E20 പെട്രോൾ കംപ്ലൈൻ്റ് ആണ്, പക്ഷേ ആ സമയത്ത് അതായത് ഇത് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് E20 പെട്രോൾ ഇന്ത്യയിൽ വ്യാപകമായി ലഭ്യമായിരുന്നില്ല എന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു മാർക്കിംഗ് അവരതിൽ കൊടുക്കാഞ്ഞത് എന്നാണ്. പല വാഹനങ്ങൾക്കും അങ്ങനെ ആയിരിക്കാം, പക്ഷേ ഇന്ത്യയിലുള്ള എല്ലാ വാഹനങ്ങളും E20 ഫ്യുവൽ കംപ്ലൈൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. ഇനി അതുകൊണ്ട് തന്നെ ഉണ്ടാകാവുന്ന അടുത്ത ചോദ്യം, എന്താണ് E20 പെട്രോൾ അത് കംപ്ലൈൻ്റ് അല്ലാത്ത വാഹനത്തിൽ ഉപയോഗിച്ചാലുള്ള പ്രശ്നം? ഒരു കുഴപ്പവും ഇല്ല എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചില പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത്. പക്ഷേ അതിന് ലോങ് റണ്ണിൽ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാകാം, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ആധികാരികമായിട്ടുള്ള പഠനം നടത്തിയിട്ടുണ്ടോ, അത് റിയൽ ലൈഫ് എക്സാമ്പിൾസുമായിട്ട് നമുക്ക് വെറ്റ് ചെയ്യുന്നതിന് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സാമ്പിൾ സൈസൊക്കെ തന്നെ വളരെ കുറവാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, എത്തനോൾ എന്നത് ഒരു ഹൈഗ്രോസ്കോപ്പിക് സബ്സ്റ്റൻസ് ആണ് എന്നാണ്. അതായത് അത് ഈർപ്പത്തിനെ അട്രാക്റ്റ് ചെയ്യുന്നു. അഥവാ അത് കുറേ കാലം ഒരു സ്ഥലത്ത് കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അവിടെ ഈർപ്പം ഉണ്ടാകാൻ, മോയ്സ്ചർ കോണ്ടൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൊറോഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഈ കൊറോഷൻ എവിടെയൊക്കെ ബാധിക്കും എന്നുള്ളതാണ് ഇതിൽ ചിന്തിക്കേണ്ടത്. അതായത് വാഹനത്തിൻ്റെ ഫ്യുവൽ ലൈനിൽ, ഹോസിൽ, സീലിൽ, ഗാസ്കറ്റിൽ, ഓറിങ്ങുകളിൽ, ഇഞ്ചക്ടേഴ്സിൽ, ഫ്യുവൽ പമ്പുകളിൽ, ഇലാസ്റ്റോമറുകളിൽ ഇവിടെയെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കൊറോഷൻ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് എത്ര സമയം കൊണ്ട് എടുക്കും, എത്രത്തോളം റെഗുലറായിട്ട് വാഹനം ഉപയോഗിച്ചാൽ അത് ഉണ്ടാകുന്നത് നമുക്ക് വൈകിപ്പിക്കാം. ഇനി വാഹനം അധികകാലം ഉപയോഗിക്കാതെ കടന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കൊറോഷൻ സാധ്യത സ്പീഡപ്പായി വരുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് പരിശോധിക്കേണ്ടതാണ്. ഇനി ഇന്ത്യയിൽ എത്രത്തോളം വാഹനങ്ങൾ E20 എഫിഷ്യൻ്റ് ആണ്, കംപ്ലൈൻ്റ് ആണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്.
കഴിഞ്ഞ 15 വർഷത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വാഹനങ്ങളിൽ ഏതാണ്ട് 20% പുതിയ പെട്രോൾ വാഹനങ്ങൾ മാത്രമാണ് E20 എഫിഷ്യൻസി ഉള്ളത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ E20 കംപ്ലൈൻറ്റ് അല്ലാത്ത നിരവധി വലിയ ഒരളവ് വാഹനങ്ങളുള്ളപ്പോൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു E20 റോൾ ഔട്ട് രാജ്യവ്യാപകമായിട്ട് നടപ്പാക്കേണ്ടിയിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയുന്നത് മറ്റ് രാജ്യങ്ങളിൽ എങ്ങനെയാണ് E20 റോൾ ഔട്ട് നടത്തിയത് എന്നുള്ളതാണ്. ഒരു എനർജി ക്രഞ്ച് ഉണ്ടായിരുന്ന സമയത്ത് 1970കളിൽ ബ്രസീലിൽ പ്യുവർ എത്തനോൾ ഉപയോഗിച്ചുള്ള വാഹനങ്ങൾ ഉപയോഗിച്ചിരുന്നു. പിന്നീട് ബ്ലെൻഡഡ് പെട്രോളിലേക്ക് അവർ പോകുന്നു. E30 ആണ് ഇപ്പോൾ അവിടുത്തെ നോം. പക്ഷേ അതിലേക്ക് എത്തുന്നതിന് വേണ്ടി ആ ട്രാൻസിഷൻ വിൻഡോ എന്നത് 50 വർഷമായിരുന്നു എന്നുള്ളതാണ് പ്രധാനം. അതേപോലെ അമേരിക്കയിൽ E15 പെട്രോൾ അവർ ഉപയോഗിക്കുമ്പോൾ 2001 ശേഷമുള്ള വാഹനങ്ങളിൽ മാത്രം E15 ഉപയോഗിക്കാം. എന്നാൽ അതുവരെ ഉണ്ടാക്കിയിരിക്കുന്ന വാഹനങ്ങളിൽ മറ്റ് പെട്രോളുകൾ പ്യുവർ പെട്രോൾ അടക്കം ഉപയോഗിക്കാനുള്ള ഒരു ചോയ്സ് അവർ നൽകിയിരുന്നു. പിന്നീട് 2025 E15 വ്യാപകമാക്കുന്ന സമയത്ത് പോലും ആൾക്കാർക്ക് E15 ട്രാൻസിഷന് വേണ്ടിയിട്ട് മാത്രം ഏതാണ്ട് 25 വർഷവും മൊത്തത്തിലുള്ള എഥനോൾ ബ്ലെൻഡഡ് പെട്രോളിനുള്ള ട്രാൻസിഷന് വേണ്ടിയിട്ട് ഏതാണ്ട് 50 വർഷം അവർ കൊടുക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിൽ ഏതാണ്ട് 5 പതിറ്റാണ്ട് കൊണ്ട് നടത്തിയിരിക്കുന്ന മാറ്റമാണ് ഇന്ത്യയിൽ ഏതാനും മാസങ്ങൾ കൊണ്ട് നടപ്പാക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യം, ഇത്ര അടിയന്തരമായിട്ട് ഇത് നടപ്പാക്കേണ്ടി വന്ന സാഹചര്യം എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. പ്രതിപക്ഷ പാർട്ടികളടക്കം പലരും ഉന്നയിക്കുന്നത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ മക്കൾക്ക് എഥനോൾ ലിങ്ക്ഡ് ബിസിനസ്സുമായിട്ടുള്ള താല്പര്യമാണ്. എന്നാൽ ആ ആരോപണത്തിനെതിരെ കേസ് കൊടുക്കുന്നതിന് വേണ്ടി നിതിൻ ഗഡ്കരിക്ക് കോടതിയിൽ നിന്ന് ഇപ്പോൾ അനുമതി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രാഷ്ട്രീയമായിട്ടുള്ള ആരോപണം മാത്രമാണോ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യമാണോ എന്നതൊക്കെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. പക്ഷേ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് E20 പെട്രോൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജെനുവിനായിട്ടുള്ള കൺസേൺസ് ഉണ്ട്, ആശങ്കകളുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഒരു ഘട്ടത്തിലെങ്കിലും കേന്ദ്ര സർക്കാർ E20 പെട്രോൾ നിർബന്ധിതമായിട്ട് നമ്മളെ അടിച്ചേൽപ്പിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനിയെങ്കിലും ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. എന്താണ് ഒരു വാഹനത്തിൻ്റെ E20 കമ്പാറ്റബിലിറ്റി എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ധാരണ എല്ലാവർക്കും ഉണ്ടാകണം. അതായത് എത്തനോൾ 20% ബ്ലെൻഡ് ചെയ്ത് പ്യുവർ പെട്രോളിനെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫ്യൂവലാക്കി മാറ്റുന്ന സമയത്ത് അത് ഒരു കാരണവശാലും ആ വാഹനത്തിൻ്റെ ഫ്യൂവൽ സിസ്റ്റത്തിനെയോ എഞ്ചിനെയോ ബാധിക്കില്ല എന്നുള്ള ഒരു അഷുറൻസ് ആണത്. വാഹനത്തിന് എന്ത് തരത്തിലുള്ള പെർഫോമൻസ് ആണോ മാനുഫാക്ചറർ ഉദ്ദേശിച്ചിരിക്കുന്നത്, അതിൻ്റെ എമിഷൻ കംപ്ലയൻസ് എന്താണോ അതിന് സമാനമായ രീതിയിലത്തേക്കുള്ള പെർഫോമൻസ് E20 പെട്രോൾ ഉപയോഗിക്കുന്ന സമയത്തും ലഭിക്കും എന്നുള്ള ഒരു ഗ്യാരണ്ടി. അടുത്തത്, വാഹനത്തിന് ഒരു എൻജിൻ കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. അതിൻ്റെ കാലിബ്രേഷനുമായി ബന്ധപ്പെട്ട് എയർ ഫ്യൂവൽ റേഷ്യോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ടൈമിംഗ് തുടങ്ങിയ കുറേയധികം വസ്തുതകളുണ്ട്. E20 പെട്രോൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇതെങ്ങനെയാണോ മാനുഫാക്ചറർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനുള്ള ഗ്യാരണ്ടിയാണ്. പിന്നീടൊന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള കൊറോഷന് സാധ്യതയുള്ള ഒരു ഭാഗത്തും ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാകുന്നില്ല എന്നുള്ള ഉറപ്പാണ്. ഇപ്പോൾ എഞ്ചിന് പ്രശ്നം ഉണ്ടാകുന്നില്ല എന്ന മട്ടിലുള്ള പല പ്രോമിസും അഷുറൻസും ഒക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഇതെങ്ങനെയാണ് വാഹനത്തിനൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ടേക്ക് കെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരാളിനെ സഹായിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിനെ മാനുഫാക്ചറർ അക്നോളജ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അത്തരത്തിലുള്ള ഒരു അഷുറൻസ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ വാഹനങ്ങൾ വിൽക്കുന്ന എല്ലാ മാനുഫാക്ചറർമാരുമായിട്ടും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഒരു ധാരണയിലെത്തണം. ഇവിടെ സർക്കാർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആൾക്കാർക്ക് മറ്റ് രാജ്യങ്ങളിൽ നൽകിയിരിക്കുന്നത് പോലെ ഒരു ട്രാൻസിഷൻ വിൻഡോ നൽകണമായിരുന്നു. ഇത്ര കാലത്തിനകത്താണ് നമ്മൾ ഈ E20 മാറുന്നത്. അതിന് വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു ലോങ്ങർ വിൻഡോ ആൾക്കാർക്ക് കൊടുക്കണമായിരുന്നു. ആ സമയം വരെയും ആൾക്കാർക്ക് പ്യുവർ പെട്രോളോ അല്ലെങ്കിൽ E20 പെട്രോളോ ഒക്കെ തന്നെ ഉപയോഗിക്കുന്നതിനുള്ള ഒരു അവസരം നൽകണമായിരുന്നു. അതായത് പെട്രോൾ പമ്പുകളിൽ നിലവിൽ നമ്മൾ കാണുന്നത് E20 പെട്രോളുകൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേഷനുണ്ട്, പ്രീമിയം പെട്രോൾ നൽകുന്ന സ്റ്റേഷനുകളുണ്ട്. അതേപോലെ തന്നെ സാധാരണ പെട്രോൾ ഉപയോഗിക്കുന്നതിനുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റേഷനുകളും ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാഹനത്തിൻ്റെ കാലിബ്രേഷൻ ഏത് തരത്തിലുള്ള ഫ്യൂവലിനാണ് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള പെട്രോൾ ഫില്ല് ചെയ്യാനായിട്ട് അവർക്ക് സ്വാതന്ത്ര്യമുണ്ടാകുമായിരുന്നു, അതായത് ചോയ്സ്. ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആൾക്കാർക്ക് അത്തരത്തിലുള്ള ഒരു ചോയ്സ് കേന്ദ്ര സർക്കാർ നൽകുന്നില്ല എന്നുള്ളതാണ്. അത് ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ്. അടുത്തത്, ബ്ലെൻഡഡ് പെട്രോളിന് വിലക്കുറവ് നൽകുക എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ആൾക്കാരെല്ലായ്പ്പോഴും കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് പെട്രോളുമായി ബന്ധപ്പെട്ട വില കൂടുതൽ. പ്യുവർ പെട്രോളിന് നൽകുന്ന അതേ വില തന്നെ E20 പെട്രോളിന് നൽകുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് അതിലൊരു മൈലേജ് ഓഫ്സെറ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് പ്യുവർ പെട്രോൾ അതിൻ്റെ ഒറിജിനൽ വിലയ്ക്കും E20 ബ്ലെൻഡഡ് പെട്രോൾ വില കുറവിലും നൽകുക എന്നുള്ള ഒരു മാർഗം കൂടി കേന്ദ്രം സ്വീകരിക്കേണ്ടതാണ്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ E20 പെട്രോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് എഞ്ചിൻ പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ടോ,
വാറണ്ടി കൃത്യമായിട്ട് ലഭിക്കുമോ, ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ പ്രശ്നങ്ങളില്ലേ, ഈ കാര്യങ്ങളെല്ലാം തന്നെ മാനുഫാക്ചറർമാരുമായിട്ട് ഇൻഷുറൻസ് കമ്പനികളുമായിട്ടൊക്കെ തന്നെ സംസാരിച്ച് ഒരു ധാരണയിലെത്തി ഞാൻ ചെയ്തതുപോലെ ഓരോരുത്തരും അവരുടെ വാഹനത്തിൻ്റെ മാനുഫാക്ചററോട് നേരിട്ട് സംസാരിക്കുന്നത് ഒഴിവാക്കി ഓരോ മാനുഫാക്ചററും ഓരോ ഇൻഷുറൻസ് കമ്പനിയും ഇതുമായി ബന്ധപ്പെട്ട സർക്കുലറുകൾ ആൾക്കാരുടെ ബെനിഫിറ്റിന് വേണ്ടി ഇറക്കുക എന്നുള്ള ഒരു കാര്യം കൂടി സർക്കാർ ഇവിടെ ചെയ്യേണ്ടതായിരുന്നു. കാരണം അപ്പോൾ ആൾക്കാർക്ക് ആശങ്കകൾ ഉണ്ടാവുകയില്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ ലഭ്യമാകുന്ന ഒരു പോർട്ടൽ ചെയ്യേണ്ടതായിരുന്നു. നേഷൻ വൈഡായിട്ട് നിർബന്ധിതമായിട്ടുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷൻ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ദൂരീകരിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിന് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു വാഹനത്തിന് ലോങ് റണ്ണിൽ നമ്മൾ ഈ പറയുന്ന കൊറോഷൻ അഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു മെഷീൻ പാർട്ടിന് പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ അതിന് സ്പെയർ പാർട്സ് ആവശ്യമായി വരുന്ന സമയത്ത് അത് ഡിസ്കൗണ്ടഡ് റേറ്റിൽ നൽകാനായിട്ടുള്ള ഒരു മാർഗം കൂടി അവിടെ മാനുഫാക്ചററോട് സംസാരിച്ച് ഉണ്ടാക്കേണ്ടതാണ്. കാരണം അത്തരത്തിലുള്ള ഒരു കൊറോഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ഡ്രൈവിംഗ് മെക്കാനിക്സിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമല്ല, മറിച്ച് സർക്കാരിൻ്റെ ഒരു പോളിസി ഷിഫ്റ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന കാര്യമാണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഒരു പാർട്ട് ബെയർ ചെയ്യുന്നതിന് പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൊറോഷൻ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള മെഷീൻ പാർട്സ് ഏതൊക്കെയാണോ അതിൻ്റെ സ്പെയർ പാർട്സ് ലഭ്യമാക്കുന്ന സമയത്ത് അതിന് ഒരു ഡിസ്കൗണ്ടഡ് റേറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ധാരണ കൂടി ഇതിലുണ്ടാകേണ്ടതാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ ഈ നീറ്റ് വിഷയത്തിൽ കണ്ടതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ്. നമ്മൾ അവിടെയും അല്ല ആദ്യം കാണുന്നത്, ഒരുപക്ഷെ 2016 ഡിമോണിറ്റൈസേഷൻ ഉണ്ടാകുന്ന സമയത്ത് മുതൽ നമ്മൾ കാണുന്നതാണ്. അതായത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരെടുക്കുന്ന വലിയ ട്രാൻസ്ഫർമേറ്റീവായിട്ടുള്ള പല തീരുമാനങ്ങളിലും കൃത്യമായ വിശദീകരണം നൽകാനായിട്ട് അവർക്ക് പലപ്പോഴും കഴിയുന്നില്ല. ഡിമോണിറ്റൈസേഷൻ ഉണ്ടാകുന്ന സമയത്ത് എന്തിനാണ് ഡിമോണിറ്റൈസേഷൻ, അതുകൊണ്ട് എന്ത് തരത്തിലുള്ള ആശങ്കകളാണ് ഉണ്ടാകേണ്ടതില്ലാത്തത് എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഇടവേളകളിൽ കൃത്യമായി ആൾക്കാരിലേക്ക് എത്തുന്ന തരത്തിലുള്ള സർക്കുലറുകൾ ആൾക്കാരെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലത്തേക്ക് ഇറക്കാനായിട്ടും വിശദീകരിക്കാനായിട്ടും കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു പോരായ്മ തന്നെയാണ്. പിന്നീട് മറ്റു പല വിഷയങ്ങളിലും നമ്മളത് കാണുകയും ചെയ്തു. ഉദാഹരണത്തിന് GST ഇംപ്ലിമെൻറ്റേഷൻ്റെ സമയത്ത്, പൗരത്വ ഭേദഗതി നിയമം വരുന്ന സമയത്ത്, യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ഇപ്പോഴും പല സ്ഥലങ്ങളിലും ചർച്ചകൾ നടക്കുന്ന സമയത്ത്, ഏറ്റവും ഒടുവിൽ നീറ്റിൻ്റെ സമയത്ത്, അതിനു മുമ്പ് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ള ഒരു പോളിസി ലോഞ്ച് ചെയ്യുന്ന സമയത്ത്, പിന്നെ രാജ്യവ്യാപകമായിട്ട് കർഷക സമരം നടക്കുന്ന സമയത്ത് ആ കാർഷിക നിയമങ്ങൾ കൊണ്ടുവന്നതിൻ്റെ റാഷണൽ എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ, ഇങ്ങനെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ടൈംലി വിശദീകരണം കൺവിൻസിംഗ് ആയ രീതിയിലേക്ക് നൽകുന്നതിന് കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമുണ്ട്. ആ വിഷയം ഈ കാര്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നേഷൻ വൈഡായിട്ട് ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ദൂരീകരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഒരു വാഹനത്തിൽ. അത് ആൾക്കാരുടെ ഒരു സ്വപ്നവുമാണ്. പല ഹൗസ് ഹോൾഡുകളിലും ഒരു വാഹനം മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ഹാർഡ് ഏൺഡ് സേവിങ്സ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അവരുടെ ഒരു വസ്തുവിൽ അതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ, അതിൻ്റെ ലോഞ്ചവിറ്റി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ അവർക്ക് ആശങ്കകൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് എന്ന് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കുക. അതിന് ചേരുന്ന രീതിയിലത്തേക്കുള്ള ഒരു സമീപനം ഇത്ര ധൃതി കാട്ടാതെ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ആൾക്കാർക്ക് ചോയ്സ് നൽകിക്കൊണ്ട് ഒരു ലോങ് ട്രാൻസ്ഫർമേഷൻ വിൻഡോയാണ് ഈ ഒരു കാര്യത്തിൽ കൊണ്ടുവരേണ്ടത്. അത്തരത്തിലുള്ള ഒരു കാര്യം കൊണ്ടുവരാതിരുന്നു കഴിഞ്ഞാൽ ഈ നീറ്റിൽ ഉണ്ടായിരിക്കുന്നത് പോലെയുള്ള മൂവ്മെൻറ്റുകൾ ഇപ്പോൾ തന്നെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുണ്ടാവുകയും കേന്ദ്ര സർക്കാരിൻ്റെ പല നയതീരുമാനങ്ങളെയും അത് അൺസെറ്റിൽ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. അത് ഒഴിവാക്കി, കോൺഫ്രണ്ടേഷൻ ഒഴിവാക്കി, ഡയലോഗുകളിലൂടെ ആൾക്കാർക്ക് സ്വീകാര്യമായിട്ടുള്ള മാർഗ്ഗങ്ങളിലൂടെ ചോയ്സ് നൽകുന്നതിലൂടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.